മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയും യാതനയും അർപ്പിക്കുവാൻ, ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ കൂടിയൊരവ് ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തദാസൻ പ്രിയാജോട് സഹോദരൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പഠനത്തിൽ കടന്നു വന്ന് ഇവിടെയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാനും ദൈവം സാവകാശം തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നിലയിൽ പറഞ്ഞാൽ എൻ്റെ മാതൃസഭയിൽ പോകുന്നത് പോലെയുള്ള ഒരു ഫീലിംഗാണ് എനിക്ക് ഉള്ളത്. അതുപോലെ ആ ആത്മാവിൻ്റെ ഐക്യത, മാനസികമായ പൊരുത്തം, ദൈവസ്നേഹം, ഇതൊക്കെ എല്ലാവരിൽ നിന്നും അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നാം ദൈവമുമ്പാകെ ആയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം പാടി സന്തോഷിച്ചതുപോലെ നമ്മുടെ പ്രിയൻ വാനിൽ വരാറായി. കാഹളത്തിൻ്റെ ധ്വനി നമ്മുടെ കാതുകളിൽ കേൾക്കാറായി. ആകയാൽ അതിനു വേണ്ടിയുള്ള ഒരുക്കമുള്ളവരായി നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് നയിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ലോകപ്രകാരമുള്ളതായിരിക്കുന്ന ജോലി ബദ്ധപ്പാടുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ മിക്കവാറും പേർക്ക് ഇന്നും ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിനെയും ആ ക്ഷീണമൊക്കെ അതിജീവിച്ച് ദൈവത്തോടും ദൈവസന്നിധിയോടും ഉള്ളതായിരിക്കുന്നതായ ആ സ്നേഹവും ബഹുമാനവും ആത്മീയതയിലുള്ളതായിരിക്കുന്ന ആ തീഷ്ണതയും അതൊക്കെ ഹേതുവായിട്ടാണല്ലോ ഇന്ന് ഇത്രയും ദൈവമക്കൾക്ക് ഇവിടെ സന്നിഹിതരാകുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. ദൈവനാമത്തിന് സ്തോത്രം. അതുകൊണ്ട് തന്നെ നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ മധ്യേ കർത്താവ് വന്നിട്ടുണ്ട്. ഈ വചന ശുശ്രൂഷയുടെ പരിഭാഷ നിർവഹിക്കാം എന്ന ദൈവദാസനോട് ഓർപ്പിച്ചുവെങ്കിലും പണ്ട് ദാവീദ് ശൗലിനോട് പറഞ്ഞ പോലെ ഞാനത് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ബഹുമാന്യ ദൈവദാസൻ വളരെ ആത്മീക തീഷ്ണതയോടുകൂടെ അത് ട്രാൻസ്ലേഷൻ ചെയ്യുമായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അനുഭവത്തിൽ നിന്ന് ഒക്കെ പറയുകയാണെങ്കിൽ പ്രാസംഗിനേക്കാൾ ഒരു പടിയും കൂടെ നല്ല ചൂടിലും ആത്മീക തീഷ്ണതയിലും ആ എരിവിലും ഏറ്റുപറയുന്ന ആൾ നിന്നില്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ഞാൻ പണ്ടൊക്കെ ഇവിടെ വന്നപ്പോൾ പല സ്ഥലങ്ങളിലും പോയി ഒത്തിരി യുവ സഹോദരി സഹോദരന്മാരെ പല സഭകളിലുള്ളത് കൊണ്ട് ട്രാൻസ്ലേഷൻ അനിവാര്യമാണ്, ഒഴിവാക്കാനും പറ്റില്ല. അങ്ങനെയുള്ള സന്ദർഭമൊക്കെ വാസ്തവത്തിൽ എനിക്ക് വളരെ ശ്വാസമുട്ടൽ അനുഭവിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ മാത്രം ആകാം. എങ്കിലും ഞാൻ ഈ ദീർഘവർഷങ്ങൾ ഞാൻ ഞായറാഴ്ച ആണെന്ന് പറഞ്ഞ് പറഞ്ഞതുപോലെ ഇപ്പം 49 കൊല്ലം പിന്നിടാൻ പോവുക ഈ പ്രസംഗം തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയോട് ഞാൻ ഇങ്ങനെ ഏകീകരിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ആ ഒരു പ്രയാസം എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഏറ്റുപറയുന്നതിൽ എനിക്ക് വൈഷമ്യ താല്പര്യക്കുറവ് ഉണ്ടായിട്ടില്ല. എങ്കിലും ഇവിടെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മിക്കവാറും എല്ലാവരും മലയാളം സംസാരിക്കാനും കേട്ടാൽ മനസ്സിലാക്കുവാനും കഴിവുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്ത സഹോദരങ്ങൾ മലയാളികളായി നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മലയാളം പഠിക്കാനും പറയാനും
ഗ്രഹിക്കാനും ഒക്കെ ശ്രമിക്കുന്നതും നന്നായിരിക്കും. ഞാൻ മുഖവര പറഞ്ഞ് എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കൊരു വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം എടുക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, 11-ഉം 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കാം. 11 മുതൽ താഴോട്ട് വായിച്ചാട്ടെ. എബ്രായർ 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ ഇതിനെക്കുറിച്ച്. താഴോട്ട് വായിച്ചു. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസാണ് എബ്രായ ലേഖന കർത്താവെന്നാണ് പണ്ഡിതമതം. ഭിന്നാഭിപ്രായം ഇല്ലാതില്ല. എങ്കിലും ന്യായമായിട്ടും പൗലോസ് അപ്പോസ്തലൻ തന്നെ ആയിരിക്കാം ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നുള്ള അഭിപ്രായം സ്വീകരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരാളാണെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവാണ് തിരുവെഴുത്തിൻ്റെ യഥാർത്ഥ ഗ്രന്ഥകർത്താവ്. എഴുതുവാൻ ദൈവം ചിലരെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കാവശ്യമായ ദൈവിക ആലോചനയാണ് ഈ തിരുവെഴുത്തിൽ കൂടെ നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇതെഴുതിയിരിക്കുന്നത് എബ്രായ ക്രിസ്ത്യാനികൾക്കാണ്, അഥവാ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് വിശ്വാസത്താലുള്ളതായ നീതീകരണവും വിശുദ്ധീകരണവും വീണ്ടെടുപ്പും പ്രാപിച്ച ദൈവസഭാംഗങ്ങളായി തീർന്നിരുന്ന ദൈവമക്കൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. അതുകൊണ്ട് അവർക്ക് മാത്രമായിട്ട് അതിരിക്കുന്നില്ല. ഏതൽക്കാലത്തിലുള്ള സകല ദൈവമക്കൾക്കും ഉള്ളതായിരിക്കുന്ന ദൈവിക ആലോചനയാണ് ഇതിൻ്റെ ഓരോ അധ്യായങ്ങളിലും വാക്യങ്ങളിലും വാക്കുകളിലും കൂടെ നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഈ ലേഖനം എഴുതുന്നത് AD ഏകദേശം 67-ലോ 68-ലോ ആകാം. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭ ഉടലെടുത്തിട്ട് ഏകദേശം 30-35 വർഷങ്ങൾ ആകാനേ സാധ്യതയുള്ളൂ. ആ പരിമിതമായ കാലഘട്ടത്തിനുള്ളിൽ തന്നെ വളരെ തീഷ്ണതയോടുകൂടെ മുൻപോട്ട് വന്ന ദൈവമക്കളുടെ ആത്മീകമായ അവസ്ഥയാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. പുതിയ നിയമസഭയുടെ ആരംഭം പെന്തക്കോസ്ത് നാളിലാണല്ലോ. ആ അപ്പോസ്തോലിക കാലയളവിൽ നിലവിലിരുന്ന ദൈവസഭയുടെ ആത്മീകമായ നിലവാരത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിലൂടെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പുതിയ നിയമസഭയുടെ അടിസ്ഥാന കല്ലുകളായിരുന്നു ആരംഭകാല വിശ്വാസികൾ. നമ്മുടെ കർത്താവ് സഭയാം ദേവാലയത്തിൻ്റെ മൂലക്കല്ല്, അപ്പോസ്തലന്മാർ പ്രവാചകന്മാരൊക്കെ അടിസ്ഥാന കല്ലുകൾ. അതിന് മുകളിൽ പരിശുദ്ധാത്മാവ് പണിതതായ ദൈവമക്കളെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞാൽ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ അവരോഹണം അനുഭവിച്ച, ആത്മനിറവ് പ്രാപിച്ച, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ അവർ ജീവിക്കുന്ന തലമുറയിൽ തന്നെ യേശുവിൻ്റെ മടങ്ങിവരവുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് വിറ്റ് അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ വെച്ച്
സകലവും പൊതുവകയെന്ന് എണ്ണി അത്ര ആത്മീക തീഷ്ണത പുലർത്തിയതായിരിക്കുന്ന ദൈവമക്കളെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത്. എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവരെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അപ്പോസ്തലന്മാർ പലരും ജീവിച്ചിരിക്കുന്ന ആ കാലയളവിൽ തന്നെ വിശ്വാസത്തിലേക്ക് വന്ന ദൈവമക്കളുടെ അവസ്ഥ പരിശുദ്ധാത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെയും ജീവിതത്തെ അതോടനുബന്ധിച്ചൊന്നുകൂടെ താരതമ്യപ്പെടുത്തുവാനും വിലയിരുത്തുവാനും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുവാനും വചനധ്യാനം ഉപകരിക്കുമെന്ന് ഞാൻ ദൈവ കൃപയിൽ ആശ്രയിച്ച് വിശ്വസിക്കുന്നു. ഇവിടെ നാം വായിക്കും, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ദൈവവചനം കേൾക്കുവാനുള്ളതായിരിക്കുന്നതായ ആ താല്പര്യക്കുറവ്, കേൾക്കുവാൻ മന്ദതയുള്ളവരായി തീരുക. എഫെസോസ് സഭയോട് കർത്താവ് ദൂത് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗം നമുക്കറിയാം. ആദ്യ സ്നേഹം അവരെന്ത് ചെയ്തു? വിട്ടുകളഞ്ഞു. ആ കാലഘട്ടത്തിൽ തന്നെയുള്ള അവസാനത്തെ ലവോദിക്യ സഭയോട് പറയുമ്പോൾ അതിന് പ്രാവചനിക അർത്ഥമുണ്ട്. വർത്തമാനകാല ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ആ സഭയോട് കർത്താവ് പറയുന്നത്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകുന്നു എന്ന്. നോക്കുക, വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഏതാനും പതിറ്റാണ്ടുകൾ മാത്രം പിന്നിട്ട 30-നോടടുത്ത കാലഘട്ടം കർത്താവിനെ സേവിച്ച വിശ്വാസികളുടെ ആത്മീകമായിരിക്കുന്ന അവസ്ഥ ഏവം വിധമായിരുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ ഞാൻ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഉമിണ്ണുകളയും. പഴയൊരു ഭാഷാന്തരത്തിൽ എൻ്റെ വായിൽ നിന്നെ തുപ്പിക്കളയുമെന്നാണ്. നോക്കുക, അവരുടെ ജീവിതത്തിൽ അങ്ങനെ ആ കാലയളവിൽ സംഭവിച്ചു എങ്കിൽ യുഗാവസാനം വന്നെത്തിയിരിക്കുന്ന സഭായുഗത്തിൻ്റെ ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാ സംഭവങ്ങളും ആത്മീക മണ്ഡലം, ഭൗതിക മണ്ഡലം, ലോകത്തിൻ്റെ സ്ഥിതിഗതി, ഇതൊക്കെ നമ്മൾ നിരീക്ഷിച്ചാൽ ഇനി അധികം നാൾ മുമ്പിലില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. എന്നിട്ടും പത്രോസിൻ്റെ ലേഖനത്തിലാണ് തോന്നുന്നു ഇങ്ങനൊരു വാചകമുണ്ട്, മനസ്സോടെ മറന്നു കളയുന്നു എന്ന്. ആ സ്ഥിതിവിശേഷം നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ ആത്മീക ജീവിതത്തെക്കുറിച്ച്, നിലവാരത്തെക്കുറിച്ച് നാം ദൈനംദിനം ശോധന ചെയ്യേണ്ടവരാണ്. നമ്മളെ തന്നെ നമ്മൾ വിധിക്കണം. പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുവാൻ ഞാനും നിങ്ങളും സമർത്ഥരാണ്. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ മറ്റു പല ദൈവദാസന്മാരെയും വിലയിരുത്തുവാൻ ഒരുപക്ഷെങ്കിൽ എനിക്ക് കഴിഞ്ഞേക്കാൻ താല്പര്യമുണ്ടായേക്കാം. അതിനേക്കാൾ പ്രാധാന്യത ആവശ്യമായിരിക്കുന്നത് അതൊഴിവാക്കുക മാത്രമല്ല, തങ്ങളെ തന്നെ വിധിക്കുവാൻ, എൻ്റെ നിലവാരം, ആത്മീക നിലവാരം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുവാൻ നാം ശ്രമിക്കണം. അതിന് നമുക്ക് കഴിയണം. പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കണം. ദൈവവചനം കേൾക്കുവാനുള്ളതായിരിക്കുന്ന മാന്യത അങ്ങനെയുള്ള സ്ഥിതിവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉളവാകുന്നുവെങ്കിൽ, അഥവാ ഉണ്ടെങ്കിൽ, നമ്മൾക്ക് ആത്മീകമായി രോഗം ബാധിച്ചവരാണെന്ന് പറയേണ്ടി വരും. നമ്മളെ അകത്ത് നാം വീണ്ടുജനനം പ്രാപിച്ച ദൈവമക്കളായി തീർന്നതിൻ്റെ ഉപാധി, അതിൻ്റെ സീഡ്, അതിൻ്റെ ബീജം ദൈവവചനമാണ്. പരിശുദ്ധാത്മാവിനാൽ നാം വചനം കേട്ടപ്പോൾ വിശ്വസിച്ച് ആ വീണ്ടും ജന അനുഭവം ദൈവം കൃപയാൽ നമുക്ക് പ്രാപിപ്പാനിടയായിത്തീർന്നു. അങ്ങനെ നമ്മൾ ദൈവമക്കളായിത്തീർന്നു.
അങ്ങനെ ആത്മീകമായ ജനിച്ച ആത്മീക ശിശുവിന് ആ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അനിവാര്യമായിരിക്കുന്ന ഭക്ഷണം വചനമെന്ന മായമില്ലാത്ത പാലാണ്. എന്നും ഈ പാല് തന്നെ കുടിച്ച് ഇരിക്കണമെന്ന് ആരും ആഗ്രഹിക്കരുത്. വളർച്ച പ്രാപിക്കണം, ആത്മീകമായ വളർച്ച പ്രാപിക്കണം. നമുക്ക് ശാരീരികമായി ഒരു ശിശു ജനിച്ച് ആനുപാതികമായി ആ കുഞ്ഞ് കവിഴ്ന്ന് വീഴുന്നു, മുട്ടകൾ നടക്കുന്നു, വിച്ചവയ്ക്കുന്നു, നടക്കുന്നു. അതോടൊപ്പം തന്നെ പാല് മാത്രമല്ല, കട്ടിയായുള്ള ആഹാരം കഴിക്കുവാൻ തുടങ്ങുന്നു. ഭേദാഭേദങ്ങൾ വിവേചിപ്പാനുള്ളത് കഴിവാർജിക്കുന്നു. ഇതൊക്കെ ഭൗതിക തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ആത്മീക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനാടിസ്ഥാനത്തിൽ ഇപ്രകാരമുള്ള വളർച്ച അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ സഭയുടെ തലയാകുന്ന ക്രിസ്തുവിനോളം നാം സകലത്തിലും വളരണമെന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം. എന്നും ജനിച്ച പരിതസ്ഥിതിയിൽ കിടക്കുകയല്ല, എന്നും പാല് മാത്രം കുടിക്കുന്നതായിരിക്കുന്ന ആ വളർച്ച പോരാ. ആത്മീകമായി നമ്മൾ വളരണം, പുരോഗമനം പ്രാപിക്കണം. അതിന് കഴിയണമെങ്കിൽ ഈ ദൈവവചനം നമ്മൾ ഭക്ഷിച്ചേ മതിയാകൂ. പാല് കുടിക്കുന്ന ഈ അവസ്ഥയൊക്കെ മാറി. അപ്പോൾ അതിന് കഴിയണമെങ്കിൽ ദൈവവചനം നമ്മൾ വായിക്കണം, ധ്യാനിക്കണം, കേൾക്കണം. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ദൈവവചനം കേട്ടെങ്കിലേ അത് വിശ്വസിപ്പാൻ കഴിയുള്ളൂ, നമുക്ക് വളർച്ച പ്രാപിപ്പാൻ കഴിയുള്ളൂ. നമ്മുടെ ആത്മീക കൂടിവരനുള്ളതായിരിക്കുന്ന പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കണം. വിശേഷാൽ ദൈവവചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ സഭയൊക്കെ ആത്മീകമായി വളരെ വളർന്നു പുരോഗമിച്ചു ഉണർവാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ മാനദണ്ഡം പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ഒത്തിരി ആൾക്കാർ കൂടുന്നത് ഒരു ഘടകം, മറ്റൊന്ന് കുറേ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ദൈവത്തെ ആരാധിക്കും. ഇതൊക്കെ ആരാധനയുടെ ഭാഗത്ത് ഉണ്ടായിക്കൂടുന്നില്ല. ഉണർവ് വരും പോകും, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നത് ദൈവവചനത്തിലാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമയിൽ സുവിശേഷം നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഇട്ട വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ ആകുന്നു. കാറ്റടിച്ചു, വൻ മഴ പെയ്തു, വെള്ളം പൊങ്ങി ആ വീടിന് നേരെ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനപ്പെട്ടതായിരുന്നത് കൊണ്ട് വീണില്ല, അഥവാ തകർന്നുപോയില്ല. മറ്റൊരു കർത്താവ് പറഞ്ഞു: വിതയ്ക്കുന്നതിന് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, ചില പാറസ്ഥലത്ത് വീണു, ചില മുള്ളുകളിടയിൽ വീണു, മറ്റു ചിലത് നല്ല നിലത്ത് വീണു. നിർദ്ദിഷ്ട സമയത്തിനകം എല്ലാ വിത്തും മുളച്ചു വന്നു. പാറമേൽ അടിസ്ഥാനമിട്ടത് ഒരുപക്ഷെങ്കിൽ പാറയിൽ കിടക്കുന്ന ആ അല്പമണ്ണ് വളരെ വളക്കൂറുള്ളതായിരിക്കും. നമുക്ക് നാട്ടിലത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കി കാണും. മറ്റു സ്ഥലങ്ങളിൽ നിൽക്കുന്നതിനേക്കാൾ ഈ പാറയിൽ ഉള്ള അല്പം മണ്ണിൽ മഴ പെയ്യുമ്പോൾ കിളിക്കുന്ന ചെടിക്കായിരിക്കും കരുത്തും ശക്തി. കാരണം അത് ആ മണ്ണ് കൂടി നല്ല വളമായിരിക്കും. എന്നാൽ കുറച്ച് കഴിഞ്ഞ് സൂര്യൻ്റെ കിരണം അതിന് ശക്തി കൂടിയപ്പോൾ ഈ പാറമേൽ പാറമേൽ മുളച്ചു വന്ന ആ ചെടി വേഗം വാടി കരിഞ്ഞുപോയി. നിലത്ത് വീണ വിത്ത് അതിന് വാട്ടം തെറ്റിയില്ല, കരിച്ചിന് പറ്റിയില്ല, അതവിടെ അതിനെ അതിജീവിച്ചു. രണ്ട് ചെടികളുടെ മേലും ഒരേ സൂര്യനെ ഉദിച്ച് ഒരേ ടെമ്പറേച്ചറുള്ള സൂര്യകിരണങ്ങളാണ് ഇവ രണ്ടിന്മേലും പതിച്ചത്. ഒന്ന് വാടി, മറ്റൊന്ന് ശക്തിപ്പെട്ടു. എന്തുകൊണ്ട്? അതിൻ്റെ വേറെ ആഴത്തിലേക്ക് പോയത് കൊണ്ടാണ്. അപ്പോൾ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, പരിശോധനകൾ വരുമ്പോൾ നിലനിൽക്കുവാൻ കഴിയണമെങ്കിൽ ആഴത്തിൽ വേരൂന്നണം, വചനത്തിൽ വേരൂന്നണം.
ആ വചനത്തിൽ വേരൂന്നണവാൻ കഴിയണമെങ്കിൽ വചനം നമ്മൾ പഠിക്കണം, നമ്മളെ ഹൃദയസ്ഥമാക്കണം. ദൈവവചനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്, ചൈതന്യപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ വചനം കേൾക്കുവാനും പഠിക്കുവാനുള്ള ആ തൃഷ്ണ, ആ വലിയ ദാഹം നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ ആത്മീകമായി രോഗികളാണെന്ന് സമ്മതിക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്ത്, വിശേഷാൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ തലമുറകളിൽ 1-2 തലമുറ മുമ്പ് വരെയൊക്കെ കൂടുതൽ പ്രശസ്തി ആർജിച്ചിരുന്നതും ആൾക്കാർ സ്വീകരിച്ചിരുന്നത് ആയുർവേദ ചികിത്സയാണ്. അന്നൊരു രോഗവുമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നാൽ, ഇന്നും ചോദിക്കുമായിരിക്കും ഡോക്ടർമാർ, എങ്കിൽ അന്ന് കൂടുതൽ അവർ ചോദിക്കുന്നത് രോഗലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വിശപ്പുണ്ടോ എന്ന് ചോദിക്കും. ചിലപ്പോൾ പുറത്തൊന്നും കാണുന്നില്ലെങ്കിലും. അപ്പോൾ വാസ്തവത്തിൽ ആരോഗ്യകരമായൊരു സ്ഥിതിയാണെങ്കിൽ ആ വ്യക്തിക്ക് വിശപ്പുണ്ടായിരിക്കും. വിശപ്പില്ലെങ്കിൽ, നഷ്ടപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും സുഖടി പിടിച്ചിട്ടുണ്ടെന്നാണ്. ചിലപ്പോൾ പുറത്തേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ദൈവവചനം കേൾക്കാനും വായിക്കാനും ബൈബിൾ ക്ലാസുകൾ സംബന്ധിക്കാനും ആരാധനയിൽ കൂടി വരാനും ഒക്കെ താല്പര്യക്കുറവ് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം അകത്ത് രോഗത്തിൻ്റെ ബീജങ്ങൾ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സംഭവിക്കാനിടയായിത്തീരും. നമ്മളതിനെ അനുവദിച്ചു കൊടുക്കരുത്. എന്ത് വില കൊടുത്തും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ആത്മീയ വർധനവ് പ്രാപിപ്പാൻ്റെ കൂടെ നമുക്കിടയായിത്തീരണം. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ എഴുതി, നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നിങ്ങൾ കേൾപ്പാൻ ഇങ്ങനെയുള്ളവരായി തീർന്നിരിക്കുന്നു, മന്ദതയുള്ളവരായി തീർന്നിരിക്കുന്നു. അപ്പോൾ ദൈവവചനം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറക്കപ്പെട്ടിരിക്കണം. ശമൂവേലിനെ പോലെ അടിയനോട് സംസാരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുകയും വ്യക്തിപരമായ തിരുവചനത്തെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീകമായും വീണ്ടും ജനിച്ച ദൈവമക്കളുടെ ആഹാരം ഈ ദൈവവചനമാണ്. അത് നമ്മളെ പുഷ്ടിപ്പെടുത്തും, നമുക്ക് ജീവനും ചൈതന്യവും പകർന്നു തരും, ദൈവ വളർച്ച പ്രാപിപ്പാൻ്റെ കൊണ്ടിടയായിത്തീരും. രണ്ടാമത്തെ ഭാഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കാലം നോക്കിയാൽ ഇപ്പോൾ ആരായിരിക്കണം? ഉപദേഷ്ടാക്കന്മാരായിരിക്കണം. എന്ന് വെച്ചാൽ 10-30 ആത്മീക തലത്തിൽ ഏകദേശം 30 വയസ്സെന്നുള്ള നല്ല യൗവനയുക്തമായ പ്രായമാണ് ആത്മീക തലത്തിൽ അവരുടെ കാലഘട്ടം. അപ്പോൾ ഉപദേഷ്ടാക്കന്മാർ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുള്ള കഴിവ് ആർജിച്ചിരിക്കേണ്ടവരാണവർ. കർത്താവിന് സ്തോത്രം. ആ അവസ്ഥയിൽ വളരേണ്ടിയിരുന്നവരെ സംബന്ധിച്ചോളം പറയുന്നത്, അവർക്കിപ്പോൾ എന്നെ വേണം, മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുള്ള പക്വതയിലേക്ക് എത്തേണ്ടിയിരുന്ന സഭ അവർക്ക് തന്നെ ഇപ്പോഴും വീണ്ടും പാല് തന്നെ വേണമെന്നുള്ള സ്ഥിതിവിശേഷത്തിൽ ഇരിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ലേഖനത്തിൽ പത്രോസ് അപ്പോസ്തലൻ എഴുതി, നിങ്ങളോട് ന്യായം ചോദിക്കുന്ന യവനോടും പ്രതിവാദം പറയുവാൻ തക്കോണം സൗമ്യതയോടെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്, എന്തിനാണ് രക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ സ്നാനപ്പെടുന്നത് എന്തിനാ? അത് ഞങ്ങളുടെ ഭാഷയോട് ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഭാഷയെടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞാൽ പോരാ. വിശ്വാസത്തിലേക്ക് വന്ന കുറേ വർഷങ്ങൾ പിന്നിട്ട ദൈവമക്കൾ മറ്റുള്ളവരോട് ഈ ദൈവവചനം പഠിപ്പിക്കുവാൻ, പറയുവാൻ ഉള്ളതായിരിക്കുന്ന പ്രാപ്തിയുള്ളവരായി തീരണം. ആത്മീക പക്വതകളിലേക്കുള്ള വളർന്നവരായി തീരണം. ദൈവവചനം പഠിപ്പിക്കുവാനുള്ളതായിരിക്കുന്നതായ ആ പ്രായത്തിലേക്ക്, മച്വാരിയിലേക്ക് വരേണ്ട ദൈവസഭ, എബ്രായ വിശ്വാസികൾ ഇപ്പോഴും അവരെക്കുറിച്ച് എന്താണ് പറയുവാൻ കഴിയുന്നത്? അവർക്ക് തന്നെ ശ്വാസത്തിൻ്റെ, ഉപദേശത്തിൻ്റെ ആദ്യപാഠങ്ങളെ തന്നെ വീണ്ടും അവരെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നും രക്ഷ, വിളിജനനം, മനസാന്തരം, ഇതുമാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു വാചകമുണ്ട്, ഭേദാഭേദങ്ങളെ
വിവേചിക്കുമാറാകേണ്ടതിന് വിശ്വാസികൾ, ദൈവമക്കൾ ഭേദാഭേദങ്ങൾ, നമുക്ക് സ്വീകാര്യമല്ലാത്തത് നല്ലതും തീയതും തമ്മിൽ വേർതിരിച്ച് അറിയുവാൻ ഉള്ളതായിരിക്കുന്ന ആത്മീക വളർച്ച ദൈവവചന സംബന്ധമായി പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പഠിച്ചാൽ അങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കൊണ്ടും കഴിയും. അതിനൊക്കെ നമ്മളെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നാം പഴയ നിയമത്തിൽ ദൈവദാസനായ എലീശയുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നയമാൻ തൻ്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടിയുടെ സാക്ഷ്യപ്രകാരം രാജാവിൻ്റെ കത്തും വാങ്ങിച്ച് ഇസ്രായേലിലേക്ക് ചെന്നു. ഇസ്രായേൽ രാജാവ് ഈ കത്ത് വാങ്ങിച്ചപ്പോൾ അന്തം വിട്ടുപോയി. അദ്ദേഹം ആദ്യം പറയുന്നത്, അരാം രാജാവ് നമ്മുടെ യുദ്ധത്തിനൊരു കാരണം അന്വേഷിക്കുക. അവൻ രാജാവ് വസ്ത്രഗീതം കേട്ടപ്പോൾ എലീശാ പ്രവാചകൻ പറഞ്ഞു, അവനെ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ, ദൈവം അവനെ സൗഖ്യമാക്കും. പോയത് പ്രവാചകൻ്റെ അടുക്കിലേക്കാണെങ്കിലും ഔദ്യോഗികമായ പരിവേഷം കൊടുത്തിട്ടാണ് രാജാവിൻ്റെ കത്തും വാങ്ങിച്ചുകൊണ്ട് രാജാവിന് കൊണ്ട് കൊടുത്തത്. രാജാവിന് കൈമലർത്തി, നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി. ദൈവമുമ്പാകെ താൻ അത് തുറന്ന് സമ്മതിച്ചു. നയമാൻ പ്രവാചകൻ്റെ അടുക്ക ചെന്നു. പ്രവാചകൻ നയമാൻ തൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യനെ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വഴിയിലേക്ക് പറഞ്ഞു, പോകുന്ന വഴിയിൽ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയേച്ച് പൊക്കോളാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സൈന്യാധിപനല്ലേ, അദ്ദേഹത്തിന് അരിശം തോന്നി. ഞങ്ങളുടെ നാട്ടിൽ അത്ര മനോഹരമായ തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന നദികളുണ്ട്, പിന്നാണ് ഈ കലക്കവെള്ളത്തിൽ പോയി മുങ്ങി. സാധാരണഗതിയിൽ എൻ്റെ രോഗം കുറേ കൂടെ മൂർച്ഛിക്കാനേ സാധ്യതയുള്ളൂ. ബുദ്ധിപരമായ തലത്തിൽ ചിന്തിച്ചാൽ അങ്ങനെ സാധിക്കൂ. അതുകൊണ്ട് അദ്ദേഹത്തെ അതിന് വൈമനസ്യം കാണിച്ചു. എങ്കിലും കൂടെ വന്നത് എൻ്റെ ബാല്യക്കാർ ശുശ്രൂഷന്മാർ പറഞ്ഞു, പ്രവാചകൻ അങ്ങയോട് ഇതിനേക്കാൾ വലിയൊരു കാര്യം പറഞ്ഞാൽ ചെയ്യുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ചെയ്തേനെ. അങ്ങനെയാണെങ്കിൽ ലളിതമായ കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്ക്. വളരെ ലളിതമായ കാര്യമല്ല അദ്ദേഹം പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു. ഏതായാലും സൗഖ്യം പ്രാപിക്കണമെന്ന താല്പര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്കനുസരിച്ചു യോദ്ധാ ചിന്തിറങ്ങി പൊങ്ങി നോക്കി, ശരീരത്തിൽ നോക്കി, ഒരു വ്യത്യാസം കാണുന്നില്ല. 6 പ്രാവശ്യം മുങ്ങിയിട്ടും കാര്യമില്ല. 7ാമത്തെ പ്രാവശ്യം പൊങ്ങിയപ്പോൾ തൻ്റെ ശരീരത്തിന് രോഗം മാറി. ശിശുവിൻ്റെ ബാലൻ്റെ ദേഹം പോലെ താൻ സൗഖ്യം പ്രാപിച്ചു. വലിയ പരിവാരങ്ങളുമായി സമ്മാനങ്ങളുമായിട്ടാണ് ഈ അരാം രാജാവിൻ്റെ സേനാധിപതി നയമാൻ അവിടേക്ക് വന്നിരിക്കുന്നത്. സൗഖ്യം പ്രാപിച്ച് തൻ്റെ സന്തോഷം തനിക്ക് അടക്കാൻ വയ്യ. ഈ പ്രവാചകന് എന്താ കൊടുത്താൽ മനസ്സിലാകുമെന്നുള്ള ചിന്ത അദ്ദേഹത്തെ കുറിച്ച് കൊണ്ടുവന്ന സമ്മാനങ്ങളെല്ലാം കൊടുക്കുവാൻ പ്രവാചകനെ എടുക്കുക ചെന്നപ്പോൾ എലീശാ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനൊന്നും വാങ്ങുകയില്ല, എനിക്കിതിൻ്റെ സമ്മാനം ഒന്നും വേണ്ട. അതിന് വില കുറവുണ്ടായിട്ടോ ആവശ്യമില്ലാഞ്ഞിട്ടോ അന്നേരത്തെ സാഹചര്യങ്ങൾ തനിക്കവിടെ സുഭിക്ഷത ഉണ്ടായിട്ടോ ഒന്നുമല്ല പ്രവാചകൻ അത് പറഞ്ഞത്. അപ്പോഴത്തെ പരിസ്ഥിതി ആ ഭാഗം വായിച്ചാൽ നമുക്കറിയാം. അവിടെ നടത്തുന്ന ബൈബിൾ സ്കൂളിൽ കഴിക്കാൻ ആഹാരമില്ല. അല്പം മാവ് പൊലിപ്പിക്കാനെ കൊണ്ട് പിള്ളേർ പോയിട്ട് ചീര പറിക്കാൻ പോയി കൊണ്ടുവന്നത് വേച്ചൂരിയ. അത് പറിച്ച് അരിഞ്ഞ് കലത്തിലിട്ട് വേഗം വേവിച്ച് വാട്ടി ആഹാരം കഴിച്ചപ്പോഴത്തേനും വായു വെച്ചപ്പോഴത്തേനും അവർ വിളിച്ചു പറഞ്ഞു, യജമാനെ കലത്തിൽ മരണം. ഇതാണ് അവിടുത്തെ സ്ത്രീവിശേഷം. അവർക്ക് ഒരുമിച്ച് പാർക്കുവാനുള്ളതായിരിക്കുന്നതായ സംവിധാനം അവിടെ ഇല്ല. കാട്ടിൽ നിന്ന് വെറുതാൻ്റെ കരയിൽ നിന്ന് മരക്കൊമ്പൾ വെട്ടിക്കൊണ്ടുവന്ന് ചാർത്തൊക്കെ ഉണ്ടാക്കി ഒന്ന് നീണ്ടുകൊടുന്ന് കിടക്കാൻ അങ്ങനെയെങ്കിലുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുവാൻ ഉള്ള സാഹചര്യം ഭക്ഷിക്കാനില്ല, താമസ സൗകര്യമില്ല, വളരെ ബുദ്ധിമുട്ട് എല്ലാ നിലകളിലും അനുഭവിക്കുമ്പോഴാണ് രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ കൊണ്ടുവന്ന ഈ വലിയ സമ്മാനം മുഴുവൻ നിരസിച്ചത്. എന്തുകൊണ്ട്? ലേവ്യാപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അശുദ്ധൻ തൊടുന്നതെല്ലാം അശുദ്ധം, അവൻ തൊട്ട് തൊടുന്നതും അശുദ്ധനായിത്തീരും. അതുകൊണ്ട് എനിക്കിത് പാടില്ല. ഇതാ വിവേചനം. ദൈവമക്കൾക്ക് സ്വീകാര്യമായതും അല്ലാത്തതും, നിഷിദ്ധമായതും, നമുക്ക് കഴിക്കാവുന്നതും കുടിക്കാവുന്നതും അല്ലാത്തതും, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കൾക്ക് ചേർന്നതായ കാര്യങ്ങളും അല്ലാത്തതും വിവേചിക്കുവാനുള്ളതായിരിക്കുന്ന പരിജ്ഞാനം ദൈവവചനത്തിൽ കൂടെ ദൈവമക്കൾ പ്രാപിച്ചിരിക്കേണ്ടതാണ്. കാലം നോക്കിയാൽ
ആയിരുന്നു എബ്രായ വിശ്വാസികൾ. എന്നാൽ അവർ ആ നിലയിൽ വളർച്ച പ്രാപിച്ചില്ലെന്ന് മാത്രമല്ല, ആത്മീക ആ ശൈശവത്തിൽ പിന്നെയും കഴിഞ്ഞുകൂടുന്ന ദയനീയ അവസ്ഥയാണ് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ തന്നെ മറ്റൊരു വേദഭാഗവും കൂടെ ഇതോട് അനുബന്ധമായി നമുക്ക് വായിക്കാം. 12-ാം അധ്യായം എടുക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ആകയാൽ തളർന്ന കയ്യും കുഴഞ്ഞ മുഴങ്കാലും എന്ത് ചെയ്യണം? നിവർത്തുവീൻ. മുടന്നുള്ളത് ഒളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവീൻ. ദൈവവചനം കേൾക്കുവാനുള്ള മന്ദത, ദൈവവചനത്തിലുള്ളതായിരിക്കുന്ന ആ പരിജ്ഞാനക്കുറവ്, ആത്മീക വളർച്ചയില്ലായ്മ, അതുമാത്രമല്ല ഇവിടെ നാം വായിക്കുന്നു, നിങ്ങളുടെ തളർന്ന കയ്യും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തണം. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ളതായിരിക്കുന്നതായ വൈമനസ്യം, ഉദാസീനത, ദൈവമുമ്പാകെ മുഴങ്കാൽ പ്രാർത്ഥിക്കുന്നതിനുള്ള ആ താല്പര്യക്കുറവ്. ഒരു ഭക്തൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കും, പാപം ചെയ്യുന്നവൻ പ്രാർത്ഥന അവസാനിപ്പിക്കും. അപ്പോൾ ദൈവമുമ്പാകെ തളർന്ന കയ്യും കുഴഞ്ഞ മുഴങ്കാലമുണ്ടെങ്കിൽ അത് മുടന്തുള്ളത് ഒളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് പാതയ്ക്ക് എന്ത് ചെയ്യണം? കാലിന് പാത നിരപ്പാക്കണം. ആത്മീകമായ നമ്മുടെ പൂർവാനുഭവങ്ങളിലേക്ക് മടങ്ങി വരണം. ദൈവമുമ്പാകെ ഉണ്ടായിരുന്ന തീഷ്ണത, ആ എരിവ് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അതുണ്ടായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആത്മീകമായ മന്ദത പാടില്ല, ആത്മീക തളർച്ച പാടില്ല, ഉദാസീനത പാടില്ല. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതി: ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. യെരമ്യാപ്രവചനത്തിൽ പ്രവാചകരുടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഉദാസീനത പാടില്ല. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നമ്മുടെ കർത്താവിനെ സേവിപ്പാൻ കൊണ്ടും കഴിയണം. ആത്മീകമായ കൂടിവരവുകൾക്ക് വരുവാനുള്ള ഉത്സാഹം, പാടുവാനുള്ള ഉത്സാഹം, പ്രാർത്ഥിക്കുവാനുള്ള ഉത്സാഹം, പ്രവർത്തിക്കുവാനുള്ള താല്പര്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. അതിന് മറ്റൊരു വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്: വെള്ളം തിളയ്ക്കുന്ന അനുഭവം വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആത്മീക തലങ്ങളിൽ, ആത്മീക കാര്യങ്ങളിൽ മന്ദതയാകാൻ പാടില്ല, ക്ഷീണതയാകാൻ പാടില്ല, ഉദാസീനരാകാൻ പാടില്ല, ഈ ലോകത്തോട് അനുരാകാൻ പാടില്ല. ദൈവകൃപയിൽ വർദ്ധിച്ചും വളർന്നും വരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയേണ്ടതാണ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാനിടയായി. ഈ ലോകത്തിലെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പുറകോട്ട് വലിക്കുന്ന പലപ്പോഴും പെട്ടെന്ന് നമ്മളത് അറിഞ്ഞെന്ന് വരികയില്ല. ഒരു ദിവസം കൊണ്ടല്ല പിന്മാറ്റത്തിലേക്ക് വിശ്വാസികൾ കടന്നു പോകുന്നത്, അത് ഗ്രാജുവലി ആയിരിക്കും. പണ്ടൊരു പരീക്ഷണം നടത്തിയതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഒരു തവളയെ, വെള്ളത്തിൽ ജീവിക്കുന്നൊരു ജീവിയാണല്ലോ തവള, അതിനെ പിടിച്ച് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിനകത്തിട്ട് പതുക്കെ ചൂടാക്കാൻ തുടങ്ങി. ആ വെള്ളം കുറേശ്ശെ ചൂടായപ്പോൾ തവളയ്ക്ക് നല്ല സുഖം. അതുവരെ അധികം വട്ടം കളഞ്ഞൊക്കെ നടന്ന തവള ഈ അല്പം ചൂട് ലഭിച്ച ഉടനെ ഒരേ സ്ഥാനത്ത് നിന്നതിങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി. അടിയിൽ തീ പിന്നെ കത്തിക്കൊണ്ടിരിക്കുക. ചൂട് കൂടി കൂടി വന്ന് അത് ചാകുന്നതായ സ്ഥിതിവിശേഷം ഉണ്ടായി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് തുനിഞ്ഞില്ല. ആരംഭം വളരെ സുഖമായിരുന്നു. ഇതുപോലെയാണ് ലൗകികമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ, കടന്നു വന്നാൽ ഉണ്ടാകുന്ന ആത്മീകമായിരിക്കുന്ന അതിൻ്റെ റിസൾട്ട് ഈ നിലയിലായിരിക്കും. ആത്മീകമായ ജീവൻ നഷ്ടപ്പെടും, ദൈവകൃപ നഷ്ടപ്പെടും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി തീരണം. പ്രാർത്ഥിക്കുവാൻ മടുപ്പ് നമുക്ക് തോന്നുന്നു,
ദൈവവചനം വായിക്കുവാനുള്ളതായിരിക്കുന്ന മടുപ്പ് നമുക്ക് തോന്നുന്നു. നിങ്ങളെ സമീപത്തോളം ഒത്തിരി സമയം ലഭിക്കണമെന്നില്ല. ലഭിക്കുന്ന പരിമിതമായ സമയമെങ്കിലും അത് താല്പര്യത്തോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ ദൈവസന്നിധിയിൽ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആത്മീക പുതുക്കം പ്രാപിപ്പാൻ്റെ കൊണ്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മീക നിലവാരം ഇന്നലത്തെക്കാൾ ഇന്ന് മെച്ചപ്പെട്ടതായിരിക്കണം. ലേഖനത്തിൽ പറയുന്നത് കൃപമേൽ കൃപ നമ്മൾ പ്രാപിക്കണം, തേജസ്സുമേൽ തേജസ് നമ്മൾ പ്രാപിക്കണം, അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടണം. ദൈവത്തിന് ആത്മീക വർധനവ് നമ്മൾ പ്രാപിക്കണം. നമ്മുടെ കർത്താവിനോട് തലയാകുന്ന ക്രിസ്തുവിനോളം സകലത്തിലും വളരുവാനുള്ള ആത്മീകമായ ആ വലിയ പ്രാപ്തിയിലേക്ക്, അറിവിലേക്ക്, ആ ഉയർന്ന നിലവാരത്തിലേക്ക് കടന്നു വരുവാൻ്റെ കൊള്ളം നമുക്കിടയായിത്തീരണം. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥിപ്പാനുള്ളതായ നിർദ്ദേശം ദൈവദാസന്മാരിൽ ലഭിച്ചാൽ പെട്ടെന്ന് പ്രാർത്ഥിപ്പാനൊക്കെ ഉള്ളതായിരിക്കുന്ന ആ താല്പര്യത്തോടുകൂടെ ദൈവം ഭാഗ്യം നമുക്കിരിക്കണം. കർത്താവിന് സ്തോത്രം. കുറച്ചു നേരം ഒരു ഇടവേള വന്നും അവൻ ചോദിച്ച് ആരും ഇല്ലല്ലോ എന്നോർത്ത് പിന്നെ ഒരാളങ്ങ് പ്രാർത്ഥിക്കുന്ന ആ അവസ്ഥ അനുഭവം ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ ധരിക്കുന്നത് മറ്റു സഹോദരന്മാരോ സഹോദരിമാരോ ആരെങ്കിലും പ്രാർത്ഥിച്ചോട്ടെ എന്നായിരിക്കാം. അതും മുഴുവൻ തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിലും വലിയ ഗ്യാപ്പ് വരാതെ ലഭിക്കുന്ന അവസരങ്ങൾ ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുവാനൊക്കെ നമുക്കിടയായിത്തീരാം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ പ്രിയ ദൈവമക്കളെ, ദൈവസഭയിലായിരിക്കുന്ന സകല വിശ്വാസികൾക്കും എന്തെങ്കിലും ഒരു കൃപ, ഒരു ശുശ്രൂഷ ദൈവം ഫലമേൽപ്പിച്ചിട്ടുണ്ടാകും. അതില്ലാത്ത ഒരു വിശ്വാസിയും ദൈവത്തിൻ്റെ സഭയിൽ ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന് സ്തോത്രം. ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പ്രിയ ദൈവദാസൻ്റെ ആ ശുശ്രൂഷ ആരംഭ ഘട്ടത്തെക്കുറിച്ച് ഇന്ന് രാവിലെ ഉപവാസപ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഒരു മാന്യ ദൈവദാസിലൂടെ കേൾക്കുവാനിടയായിത്തീരും. ആ കാലഘട്ടത്തിൽ അവരൊരുമിച്ച് ഇവിടെ വന്നവരും ജോലിയുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടവരുമാണ്. ഒരുമിച്ച് അന്ന് നിന്ന് സഭയോടുള്ള ബന്ധത്തിൽ ഒക്കെ ആരാധിച്ചു പോകുന്നവരാണ്. എന്നാൽ ആ പാസ്റ്റർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി, തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവമുമ്പാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അന്യഭാഷയിൽ സംസാരിച്ചു. ആ പ്രാർത്ഥനയോടുകൂടെ ഒറ്റ ദിവസത്തെ ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അദ്ദേഹത്തെ ദൈവം അഭിഷേകം ചെയ്തത് രോഗശാന്തി വരത്തോടുകൂടെയായിരുന്നു. ഇന്നും ദൈവകൃപയാൽ ആ ശുശ്രൂഷ അദ്ദേഹത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. ഒരാൾക്ക് രോഗശാന്തിയുടെ ശുശ്രൂഷയാണെങ്കിൽ മറ്റൊരാൾക്ക് പ്രവചനപരമായിരിക്കാം, മറ്റു ചിലർക്ക് ഭാഷാപരമായിരിക്കാം, വേറെ ചിലർക്ക് രോഗശാന്തിപരമായിരിക്കാം, വീര്യപ്രവർത്തനം. ഇതൊക്കെ ആ പരിശുദ്ധാത്മാവ് അതത് വരം ഓരോരുത്തർക്കും പകുത്തു കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ദൈവസഭ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയാണ് ഈ പ്രാദേശിക സഭയും. സാർവത്രിക സഭ തന്നെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയാണ്. അതിന് ശിരസ്സ് നമ്മുടെ കർത്താവാണ്. അപ്പോൾ തന്നെ ഓരോ പ്രാദേശിക സഭയെ ആശയപരമായി നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ ശരീരമായ സഭയാണ്. ഈ സഭയിലെ ഓരോ അവയവങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി ശുശ്രൂഷ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവസഭയിൽ എന്തെങ്കിലും ഒരു ശുശ്രൂഷ കർത്താവ് തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. എങ്കിലേ സഭയാകുന്ന ശരീരത്തിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമാകൂ, ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടൂ. ആ ദൗത്യത്തിൽ നിന്ന് ആരും പിന്മാറുവാൻ പാടില്ല. എനിക്ക് പകരം മറ്റൊരാളാകട്ടെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് ചേർത്ത് വെച്ച് പണിത ദൈവത്തിൻ്റെ സഭയാകുന്നുവെങ്കിൽ, ആ ശരീരത്തിലെ ജീവനുള്ള ഒരു അവയവമാകുന്നു നിങ്ങളെങ്കിൽ, നിശ്ചയമായിട്ട് എന്തെങ്കിലും ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടായിരിക്കാം. പ്രാർത്ഥിക്കാനായിരിക്കാം, പാടാനായിരിക്കാം, പ്രസംഗിക്കുവാനായിരിക്കാം, ആളാമ്പ്രതി വേലയ്ക്കായിരിക്കാം, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുവാനായിരിക്കാം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഭൗതികമായ സഹായത്തിനായിരിക്കാം. ഏത് ശുശ്രൂഷയാണ് ദൈവം വരമേൽപ്പിച്ചിട്ടുള്ളതെന്ന് ഒന്നാമത് അവരവർ തിരിച്ചറിയണം. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. മറ്റു ചില പ്രത്യേകമായ ചില ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ, എനിക്കും അതായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് ദൈവം തരാത്ത കൃപ അത് ആ ശുശ്രൂഷ ചെയ്യാൻ പോയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പണ്ട് ഞങ്ങളെ ദൈവദിനം പഠിപ്പിച്ച കാലത്ത് പരതനായ പാസ്റ്റർ സി കെ ദാനിയേൽ സാറ് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു,
ഏൽപ്പിക്കപ്പെടാത്ത ശുശ്രൂഷ ചെയ്യാൻ പോയാൽ പണ്ട് കുരങ്ങൻ വല വീശുന്നത് പോലെ ഇരിക്കുന്നു. ആറ്റിലെ മീൻ പിടിക്കാൻ മുക്കുവൻ ആ വല വീശി മീൻ പിടിക്കുന്ന ആൾക്കാരെ വലയും കൊണ്ട് അവർ പൊതിച്ചോറൊക്കെ ആയി രാവിലെ ഇറങ്ങി വെള്ളം കുറവുള്ള ആയ സ്ഥലത്തൂടെ ആറ്റിൽ കൂടെ നടന്ന് വെള്ളം മീനുള്ള ഭാഗത്ത് അവരെ വല വീശി ഇങ്ങനെ മീൻ പിടിച്ച് ഉച്ചയായപ്പോൾ ഒരു മരത്തിന് നിഴൽ കിട്ടിയ മീനുമായി ഊണിയുമായി അവിടെ ഇരുന്ന് അവർ കൊണ്ടുവന്ന ആഹാരം അവർ കഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഇവർ വീശാൻ തുടങ്ങിയ സമയം മുതൽ ഇവർ ആറ്റിക്കൂടെ പോയി ഒരു കുരങ്ങ് ആ ആറ്റ തീരത്തുള്ള വൃക്ഷങ്ങളെ ചാടി ഇവരുടെ ഒപ്പം മുമ്പോട്ട് വന്നു. കാരണം കുരങ്ങിന് ഈ പച്ചമീൻ ഭയങ്കര ഇഷ്ടമാണ്. താപ്പ് കിട്ടിയ കൊട്ടയോടെ എടുത്തുകൊണ്ട് പോയി മൂപ്പര് തിന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതാ. ഈ മുക്കുവൻ വീശിക്കൊണ്ടിരുന്നവർ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മീൻകൊട്ട അവരുടെ അടുക്കല വെച്ചേക്കുന്നു. അതുകൊണ്ട് അവനുദ്ദേശിച്ച സംഗതി നടക്കില്ലെന്ന് മനസ്സിലായി. വലയും അപ്പുറത്തിരിക്കുന്നു. അപ്പോൾ മൂപ്പർക്ക് തോന്നി ഏതായാലും ഇവർ വല വീശി മീൻ പിടിച്ചല്ലോ, ഞാനൊന്ന് പ്രയോഗിച്ചേക്കാന്ന് വിചാരിച്ച് അവർ ചെയ്തതുപോലെയൊക്കെ വലയൊക്കെ ഇട്ട ഒറ്റ വീശി ഉടനെ ആ വല വിരിഞ്ഞ് കുരങ്ങ അതിനകത്തായി. അവൻ്റെ മേളിൽ കൂടെ വല വീണു. ഇങ്ങനെയാകും ഏൽപ്പിക്കപ്പെടാത്ത ശുശ്രൂഷ ചെയ്യാൻ പോയാ. സംഗീത ശുശ്രൂഷയ്ക്ക് വാസനയും താരന്തും ലഭിക്കാത്തവരത് പാടാൻ പോയാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. താളം തെറ്റും. അതിന് ആരോഹണം അവരോഹണം ശരിയാകണമെന്നില്ല. എന്നാൽ ആ കൃപ ലഭിച്ചവർ പാടിയാൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. അവരുടെ കൂടെ ചേർന്ന് പാടുക. പ്രാർത്ഥിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആ ശുശ്രൂഷ ചെയ്യണം. ചെയ്യുവാൻ ആത്മഭാരത്തോടെ ദൈവം ഭാഗം പ്രാർത്ഥിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ എല്ലാ സഭയിലും ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി. അതാരാണെന്ന് അവർ മനസ്സിലാക്കണം, സഭ മനസ്സിലാക്കണം. പ്രവർത്തിക്കുവാൻ ഉത്സാഹം, ആളാം പ്രതി വരയ്ക്കുള്ളത് ആ കഴിവ് താല്പര്യമുള്ളവർ. ഞങ്ങളുടെ സെൻറ്ററിൽ മാത്യു എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. പുള്ളിക്ക് ദൈവം കൊടുത്ത വലിയ കൃപയാണ് പേഴ്സണൽ ഇവാഞ്ചലിസം. അദ്ദേഹം മുഖാന്തരം അക്രൈസ്തവരടക്കം അനേക പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെട്ട് ദൈവസഭയിലേക്ക് വന്നു. ഒരുപക്ഷെ ആ സഭയിൽ ശുശ്രൂഷിച്ചിട്ടുള്ള പല ദൈവദാസന്മാരെക്കാൾ കൂടുതൽ ആത്മാക്കൾ ആ സഹോദരൻ മുഖാന്തരം ദൈവസഭയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന താലെന്താണത്? പുള്ളി പാസ്റ്ററല്ല, അപ്പോസ്തലനല്ല, ഇതൊന്നും അല്ല. എങ്കിലും ആത്മാക്കളെ നേടുവാനുള്ള ദൈവകൃപ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവസഭയുടെ ആത്മീക വർധനവിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയല്ല ദൈവം ഈ കൃപ കൊടുക്കുന്നത്. സഭയുടെ ആത്മീക വർധനവിന് വേണ്ടിയാണ്, സഭയുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അത് നിവർത്തിക്കുന്നുവെങ്കിൽ അവരും അനുഗ്രഹിക്കപ്പെടും, സഭ അനുഗ്രഹിക്കപ്പെടും. ഇല്ലെങ്കിൽ സഭ ശോഷിച്ചു പോകും, വരണ്ട അവസ്ഥയിലായിത്തീരും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ദൈവം ഓരോരുത്തരെ ഏൽപ്പിച്ച ആ ശുശ്രൂഷകൾ നിറപടിയായി നിർവഹിപ്പാൻ്റെ ഗുണമിടയായിത്തീരണം. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തണം. നോക്കുക, വളരെ ശൂരതയോടുകൂടെ വളരെ വളരെ എരിവോടുകൂടെ പരിശുദ്ധാത്മാവിന് നിറവിൽ ആരംഭിച്ച സഭയായിരുന്നു അപ്പോസ്തലിക സഭ. ഈ എബ്രായ വിശ്വാസികൾ കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മീക സ്ഥിതിവിശേഷം ഇങ്ങനെയായിത്തീർന്നു. അവരാത്മീകമായി മന്ദതയുള്ളവരായിത്തീർന്നു. തങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസത്താലുള്ള നീതീകരണം ഇത് മാത്രം മതിയോ? തങ്ങൾ അതുവരെ ആയിരുന്ന ആ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ന്യായപ്രമാണത്തിന് പ്രവൃത്തി അതും കൂടെ വേണ്ടേ എന്നൊക്കെയുള്ളതായിരിക്കുന്ന ചിന്ത അവരെ ഭരിക്കുവാൻ കൊണ്ടുമിടയായിത്തീർന്നു. ആത്മീകമായിരിക്കുന്ന മൂല്യശോഷണം അവർക്ക് സംഭവിച്ചു. സ്വതവേ മനുഷ്യർക്കുള്ളതായിരിക്കുന്ന ഒരു താല്പര്യം, ഒരു പ്രത്യേകതയാണ്. നമ്മളെ വിശ്വാസത്താൽ നമ്മളൊന്നും ചെയ്തിട്ടല്ല, കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. അതാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയും ഉപദേശവും. എന്നാൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനും കൂടെ കഴിഞ്ഞാൽ അത് കുറേ കൂടെ ക്രെഡിറ്റ് അല്ലേ. ഈ നിലയിലാണ് അവർ ചിന്തിച്ചത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ഒന്നും കൂടാതെ കേവല വിശ്വാസത്താൽ മാത്രം രക്ഷ പൂർത്തീകരിക്കപ്പെടുമോ, ഇത് മുഴുവൻ ശരിയാണോ എന്നിങ്ങനെയുള്ള ചിന്ത അവരെ ഭരിക്കുവാൻ കൊണ്ടും ആരംഭിച്ചു. ക്രമേണ അവരുടെ ജീവിതത്തിലേക്ക് പിന്മാറ്റം വന്നു. ആ ആദ്യ പാഠങ്ങളിലേക്ക്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലേക്ക്, കർമ്മമാർഗങ്ങളിലേക്ക് അവർ പുറകോട്ട് പോകുന്ന സ്ഥിതിവിശേഷം സംജാതമായി. ഈ അവസ്ഥ നേരിട്ട ഒരു സഭയാണ് ഗലാത്യ സഭകൾക്ക് പൗലോസ് എഴുതുമ്പോൾ ആ ഭാഗം അവിടെയും പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം ദൈവനെ ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന്, കർമ്മമാർഗത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാനാണ്
ദൈവത്തിൻ്റെ പുത്രനെ പാപജലത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തം ലോകത്തിലേക്ക് അയച്ചത്. പാപത്തിൽ നല്ല ജലത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു ജലവും നീതീകരിക്കപ്പെടുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച്, രക്ഷ പ്രാപിച്ച്, വീണ്ടെടുപ്പ് പ്രാപിച്ച്, ആ ദൈവകൃപയാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, ദൈവകൃപ പ്രാപിച്ച് പ്രകാശനം ലഭിച്ച ദൈവമക്കൾ 10-30 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ അസംതൃപ്തരായി, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ വീര്യം കുറഞ്ഞു. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അത് നിമിത്തം സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, അതിനോടുകൂടെ സഹോദരപ്രീതിയും കൂട്ടിക്കൊള്ളുവീൻ. ഒന്നിനോടൊന്ന് കൂട്ടിക്കൊള്ളണം. ഈ അവസ്ഥയും അനുഭവം പ്രാപിക്കേണ്ട ദൈവമക്കൾ അവിടെ അത് പ്രാപിച്ചില്ലെന്ന് മാത്രമല്ല, അവർ പുറകോട്ടടിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ഉണർത്തിച്ച് തങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഭവമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്, ന്യായപ്രമാണത്തെക്കാൾ, മോശയേക്കാൾ, ദൂതന്മാരെക്കാൾ, മഹാപുരോഹിതനേക്കാൾ, മോശയേക്കാൾ ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവായ യേശു എന്നും, ഈ പുതിയ ഉപദേശത്തിൻ്റെ ആ ആദിമ അനുഭവങ്ങളിലേക്ക്, അവസ്ഥകളിലേക്ക് ദൈവസഭ മടങ്ങി വരണമെന്ന് അവരെ പ്രബോധിപ്പിച്ച് എഴുതിയിരിക്കുന്നതാണ് നാം വായിച്ച വേദഭാഗങ്ങൾ. ഇതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ, പ്രായോഗികമാക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവസഭ ദൈവത്തിലേക്ക് മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ. ക്ഷീണിച്ച, മങ്ങിയ, മയങ്ങിയ, ഉറങ്ങിയ അവസ്ഥയിൽ നിന്ന് ഉണരേണ്ടിയിരിക്കുന്നു. ആ കാലഘട്ടത്തിലെ സഭകളോടൊക്കെ ബന്ധത്തിൽ ഇങ്ങനെയുള്ള പ്രബോധനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതി: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നോക്കുക, എഫേസോ സഭയിലെ വിശുദ്ധന്മാർ അധിപസഭയാ. ആത്മീക തലത്തിൽ അവരെങ്ങനെയുള്ളവരായിത്തീർന്നു? മന്ദത വന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായിത്തീർന്നത്? ഉറക്കമായി തീർന്നു. പരിശുദ്ധാത്മാവ് അവരോട് ഉപദേശിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ എന്ത് ചെയ്യണം? ഉണരണം, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്ക. ആരാണ് മരിച്ചവർ? പാപസംബന്ധമായി മരിച്ചവർ. എന്നാൽ ഈ വിശ്വാസികളിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജീവൻ പ്രാപിച്ചവരാണ്. അവർ ആത്മികമായ മന്ദതയും ഉറക്കവും ക്ഷീണവും ഒക്കെ വരാം. എന്നാൽ ദൈവപരിശുദ്ധാത്മാവ് പറയുന്നു, ഉറങ്ങുന്നവനെ നീ എന്ത് ചെയ്യണം? ഉണരണം, ഉണരണം, ഉണർന്ന് ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കുവാൻ്റെ കൊണ്ടിടയായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ ആത്മീക മന്ദത പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവവചനം കേൾക്കുവാനുള്ളതായിരിക്കുന്നതായ വ്യഗ്രത കുറവാകുന്നുവെങ്കിൽ, നിശ്ചയമായിട്ടും അതിൽ നമ്മൾ പരിഹാരം കണ്ടെത്തണം, അതിൽ നമ്മൾ വിടുതൽ പ്രാപിക്കണം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്, ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും സാക്ഷിതം പരിശുദ്ധാത്മാവിനെ സാക്ഷി നിന്നത് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ അത് ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിവാൻ കൊണ്ടും കഴിയും? പഴയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ കൊരിന്ത്യൻ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. യുഗാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് പുതിയ ഉപദേശത്തിനായി എഴുതപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റവർ മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. യുഗാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിപദേശത്തിനായി എഴുതപ്പെട്ടിരിക്കുന്നു. നാം ഓടിത് അധ്വാനിച്ച് വെറുതെയായി എന്ന് വരാതിരിക്കണമെങ്കിൽ ബുദ്ധിപദേശം എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ആത്മീക നിലവാരം കണ്ട് നമ്മൾ ഉണരണം. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനെ കൊണ്ട് നമുക്കിടയായി തീരണം. നമ്മുടെ ആത്മീകമായ അനുഭവം നമ്മുടെ ഉള്ളിൽ ഒതുക്കിയിരിക്കേണ്ട അവസ്ഥ മാത്രം അങ്ങനെ ആയിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ പ്രകടിപ്പിക്കണം. നമ്മുടെ ആരാധനയിൽ ദൈവത്തെ സ്തുതിക്കുവാനെ കൊണ്ട് നമുക്ക് കഴിയണം. നമ്മുടെ അധരങ്ങൾ കൊണ്ട്, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇന്ന് പല സഭകളിലും ചെന്നാൽ ആത്മീകമായിരിക്കുന്ന അങ്ങനെയുള്ള അവസ്ഥ കാണുവാനില്ല. കൈയടിക്കുന്നത് പോലും വളരെ വിരളമാണ്. ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് നമ്മൾ കൂടി വരുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആത്മപ്രവൃത്തി നമ്മുടെ മധ്യ വെളിപ്പെടുവാൻ്റെ കൊണ്ടിടയായി തീരണം.
അതിൽ കുറഞ്ഞൊന്നും നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നില്ല. പഴയ ഇസ്രായേലിൻ്റെ ചരിത്രം നമുക്ക് മുൻകുറിയായ ദൈവ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവരെല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്നവരാണ്, ഒരേ ആത്മീക പാനീയം കുടിച്ചവരാണ്. അവർ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്ന് പുറപ്പെട്ട ജീവജലമാണ് അവർ പാനം ചെയ്തത്. എങ്കിലും 6,32,250 പേരെ പുറപ്പെട്ടവരിൽ കാലേബും യോശുവയും ഒഴികെ മറ്റാരും കനാലിൽ കാലുകുത്തിയില്ലെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ മന്ന തിന്നാഞ്ഞവരല്ല, പാറിനുള്ള വെള്ളം കുടിക്കാഞ്ഞവരല്ല, അത്ഭുതകരമായ ദൈവത്താൽ പരിപാലിക്കപ്പെട്ട് നടത്തപ്പെട്ടവരാണ്. മോശ അവരെ പുറപ്പെടുവിച്ചത് കനാലിൽ കൊണ്ടുചെല്ലാനാണ്, അവിടെ എത്തിക്കുവാനാണ്. എന്നാൽ അവർ പുറപ്പാരായി ദൈവത്തെ അവിശ്വസിച്ചു, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പുറകിലെറിഞ്ഞു കളഞ്ഞു. തൽഫലമായി അവരെ പ്രതീക്ഷിച്ച സ്ഥാനത്തെ, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. പ്രിയ ദൈവമക്കളെ, ഇത് നമുക്ക് മുൻകുറിയാണ്. ബുദ്ധിപദേശനായി പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. എബ്രായർക്ക് മന്ദതയുള്ളവരായി തീരുവാനിടയായി തീരരുത്. ആത്മീക എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പാനിടയായി തീരണം. കർത്താവിന് സ്തോത്രം. നമ്മുടെ നാട്ടിൽ പല സഭകളിലും കുറേയൊക്കെ വിശ്വാസികൾ ഏറ്റവും ഒടുവിൽ സഭായോഗത്തിന് വരും, ഏറ്റവും ആദ്യം പോകും. എന്തൊരു തെറ്റായ പ്രവണതയാണ്! അത്രയും വില കൽപ്പിക്കുന്നുള്ളൂ. ഇതല്ല നാം ജീവിതത്തിൽ പരിപാലിക്കേണ്ടത്. നാം തിരുവെഴുത്ത് വായിക്കാൻ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ കടന്നു വരികയും, നിങ്ങളിവിടെ കടന്നു വരുമ്പോൾ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതല്ല എങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ദൈവം നമുക്ക് അന്ന് ഈ ആലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്തോത്രത്തോട് കാലെടുത്ത് അവിടെ മുതൽ ഇവിടം വരെ വന്ന് നിങ്ങൾ ഇരിപ്പിടത്ത് ഇരിപ്പാൻ തുടങ്ങിയാൽ നിങ്ങൾ അറിയാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. മറ്റു ചിന്തകളെ, വ്യാപാരങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഏകാഗ്രതയോടെ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിക്കുന്നുവെങ്കിൽ ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. നമ്മുടെ ആരാധനയിൽ ദൈവത്തിന് നാം മഹത്വപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ ഇടയായിത്തീരണം. ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, വളരെ ദൈവസ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ദൈവസന്നിധിയിലെ സാന്നിധ്യം ദൈവസഭയ്ക്ക് അനുഗ്രഹമായി തീരണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ സഭായോഗത്തിൽ, ആരാധനാ യോഗത്തിൽ, ജോലിയുള്ള ബന്ധത്തിലോ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ ഏതെങ്കിലും ഒരാഴ്ച നിങ്ങളുടെ അഭാവമുണ്ടെങ്കിൽ സഭ അത് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആ ശബ്ദം കേൾക്കാനില്ലല്ലോ, ആ ആരാധന കേൾക്കാനില്ലല്ലോ, ആ പാട്ട് കേൾക്കാനില്ലല്ലോ. ദൈവവും ഭാഗം വന്ന് മൗനമായിരുന്നു മൗനമായി പോകാനല്ല. നമ്മുടെ കർത്താവിനെ ആരാധിച്ച ആ നിർവൃതി പ്രാപിക്കണം, ആ സന്തോഷം നമ്മൾ പ്രാപിക്കണം, ദൈവകൃപ ആത്മീകർദ്ദനം പ്രാപിക്കണം. മറ്റൊന്നുമല്ല നമ്മളവിടെ കടന്നു വരുന്നത്. 7-8 മണിക്കൂർ ദിവസം ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് വിശ്രമിക്കാൻ ലഭിക്കുന്ന സമയത്തിൻ്റെ ഒരു ഭാഗമാണ് ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ വരുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. പക്ഷേ പ്രാപിപ്പാനുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. അത് പ്രാപിപ്പാനുള്ളതായ താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിരന്തരമായി ദൈവത്തെ മഹത്വപ്പെടുത്തണം, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ദൈവം ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന ദൈവമാണ്. എൻ്റെ അനുഭവത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവമക്കൾ അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ ദൈവദാസന്മാർക്ക് ദൈവം ദൂത് നൽകിക്കൊണ്ടിരിക്കും. അത് സ്വീകരിപ്പാനൊക്കെ ഉള്ളതായ ആ താല്പര്യക്കുറവാണ് ജനത്തിനുള്ളതെങ്കിൽ ദൈവം ആരോട് സംസാരിക്കുകയില്ല. നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കണമോ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ കൃപ പ്രാപിക്കണമോ, നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടണം. ദൈവത്തിലൂടെ ദിവ്യമാലോചന ശ്രമിക്കണമോ, നിങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണോ. ദൈവത്തിന് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, പരിശുദ്ധാത്മാവിന് നിറവിലുള്ള ദൈവിക ആരാധന വെളിപ്പെടണമെങ്കിൽ, ആത്മനിറ പ്രാപിക്കണമെങ്കിൽ, വചനം ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, പാസ്റ്റർമാരെ പ്രസാദിപ്പിക്കുവാനല്ല, എൻ്റെ ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കണോ, എൻ്റെ ആരാധന ദൈവം പ്രസാദിക്കണോ, അവന് മഹത്വം കൊടുക്കുവാനിടയായി തീരണോ, എനിക്ക് അവൻ്റെ കൃപ പ്രാപിക്കണം. ഈ താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ആരാധന നിഷ്പ്രയോജനമായിരിക്കും. ഹല്ലേലൂയ. അതിൽ വിളിക്കുമ്പോൾ പ്രസന്റ് പറയാൻ മാത്രമല്ല, നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ നമുക്ക് കഴിയണം. ഇന്ന് പലകാലം ദൈവം ധ്യാനിച്ചപ്പോൾ ദാവീദ് പട്ടണത്തിന് മുൻപാകെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. തൻ്റെ സ്ഥാനം മറന്നു, തൻ്റെ പദവി മറന്നു. ആരുടെ മുമ്പാകെ? വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ. ലോകപ്രകാരം നമ്മൾ ആരും ആയിരിക്കുന്നതിനേക്കാൾ
നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തായിരിക്കും എന്നുള്ളതാണ് പ്രാധാന്യത. പ്രിയ ദൈവം, സന്തോഷത്തോടെ നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അല്പസമയം ദൈവം ഭാഗ്യ നമ്മെ തന്നെ താഴ്ച നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാലം നോക്കിയ നിങ്ങളോട് പല പറയാൻ അനേക കാര്യങ്ങളുണ്ടെങ്കിലും കേൾപ്പാൻ മന്ദത നമ്മളെ ബാധിച്ചിട്ടുണ്ടോ? ദൈവനെ ശ്രമിക്കുവാനുള്ളതായിരിക്കുന്ന സന്തോഷക്കുറവ്, താല്പര്യക്കുറവ്, തിരുവചനം കേൾക്കുമ്പോൾ മറ്റു ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുവോ? അതോ ധ്യാനിപ്പാൻ്റെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുവോ? ദൈവന സംബന്ധമായ എത്രത്തോളം പരിജ്ഞാനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ നടത്തപ്പെട്ടിരിക്കുന്നു, എൻ്റെ ആത്മീകമായിരിക്കുന്നതായ ആത്മീക നിലവാരം ഏത് നിലയിലായിരിക്കുന്നു എന്നുള്ളത് വനത്തിൽ മുൻപാകുന്ന പകൽക്കാരായി ഈ സന്ധ്യാവേളയിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. തളർന്ന കയ്യും കുഴഞ്ഞ കുഴങ്കാലുമാണോ എനിക്കുള്ളത്? എൻ്റെ ആദ്യ സ്നേഹം അന്നത്തെ പോലെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവസഭയോട് എൻ്റെ ജീവിതത്തിലുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവകൃപ പ്രാപിച്ച് ആത്മീയവർദ്ധന പ്രാപിച്ച് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധനയ്ക്ക് കടന്നു പോകാനുള്ളതായിരിക്കുന്ന വലിയ അന്തർദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, കൊരഹുത്രന്മാരെ പോലെ ഞാൻ ഇനി എപ്പോൾ ദൈവത്തിൽ ചെല്ലുവാനിടയാകും. എൻ്റെ കർത്താവിനെ എനിക്ക് ആരാധിക്കണം, എനിക്ക് അവനെ മഹത്വപ്പെടുത്തണം, ഞാൻ ഇനി ഇതിലധികമായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറയുവാൻ. ഹല്ലേലൂയ. ആത്മീകമായി നമ്മുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുവാൻ, ദൈവകൃപ ആത്മീക വർദ്ധനവും പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കപ്പെടുവാൻ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിപ്പാൻ, വ്യക്തിപരമായി എൻ്റെ കർത്താവിൻ്റെ സഭയിൽ, തൻ്റെ ശരീരമാകുന്ന സഭയിൽ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്തെന്ന് അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ, സമർപ്പണത്തോടെ, യാഗമായി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഓരോരുത്തരും തയ്യാറായാൽ നമ്മുടെ സഭ ആത്മീകമായി അനുഗ്രഹിക്കപ്പെടും, ആത്മീക വർദ്ധനവ് പ്രാപിക്കും, ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനിടയായി തീരും, ആത്മാക്കളെ നേടുന്ന സഭയായി തീരുവാൻ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമ്മുടെ ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ, ഇവിടെ കടന്നു വരുന്നത് വാസ്തവമായി ദൈവം നമ്മുടെ മധ്യേ ഉണ്ടെന്ന് കാണുവാൻ, അറിയുവാൻ, സാക്ഷിപ്പാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായി നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. തൃപ്പാദം നമ്മളെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ആത്മീകമായി നാം വിശ്വസിച്ച സമയത്തേക്കാൾ, നാം രക്ഷിക്കപ്പെട്ട നാളിനേക്കാൾ, വിശ്വാസദാനം സ്വീകരിച്ച സമയത്തേക്കാൾ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച നാളിനേക്കാൾ ഇന്ന് എൻ്റെ ആത്മീകമായ ജീവിതത്തിൽ പുതുക്കം പ്രാപിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. കൃപമേൽ കൃപ പ്രാപിപ്പാൻ, തേജസ്സമേ തേജസ് പ്രാപിപ്പാൻ, അതേ പ്രതിമയോടെ അനുരൂപരായി തീരുവാനാണ് നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആത്മീകമായ മന്ദതയും ഉറക്കവും നമ്മളെ ബാധിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് സടകുടഞ്ഞെഴുന്നേൽക്കാം. ലേവോദിക്ക സഭയോട് കർത്താവ് പറഞ്ഞതുപോലെ നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്ന് പറയാതിരിപ്പാൻ നല്ല ജാഗ്രതയുള്ളവരായി, ഒരുക്കമുള്ളവരായി, ഹല്ലേലൂയ, ഉഷ്ണവാനായി തന്നെ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ മുന്നേറുവാൻ, ദൈവകൃപയും ആത്മീക വർദ്ധനവും പ്രാപിപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ച് നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.